ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ ബാറ്ററി നിലവിൽ ബാറ്ററി ചാർജ് കുറവായിട്ട് സെൽഫ് അടിക്കേണ്ടായില്ല. ഞാൻ ബാറ്ററി അടിച്ചൊന്ന് ചാർജിലിട്ടായിരുന്നാണ്. ചാർജ് ചെയ്ത് കയറ്റുമ്പോൾ നിലവിൽ നമുക്കിപ്പോൾ ഫുൾ ചാർജ് ആയിട്ടുണ്ട്. 12.80 കാണിക്കുന്നുണ്ട്. നമ്മൾ ഹോണൊക്കെ അടിക്കുമ്പോൾ വർക്കാവും, ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്കാവുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെൽഫ് അടിക്കുമ്പോൾ കറക്റ്റ് മോട്ടർ ആംബിയർ ആവശ്യപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ മോട്ടർ സെൽഫ് അടിക്കുമ്പോൾ എത്രത്തോളം വോൾട്ട് എടുക്കുക അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ ഈ 8.5 വോൾട്ടിൽ താഴേക്കാണെങ്കിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. 9.5 വോൾട്ട് തന്നെ വന്നാൽ നമുക്ക് ബാറ്ററി വീക്കായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ കണ്ടാവും 6 വോൾട്ട് 5.87 പോവാം. അപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യും, സെൽഫ് എടുക്കില്ല. ഞാനത് നോക്കിയിട്ട് ഇതും ഇരിക്കുന്നത് എക്സൈഡിൻ്റെ ബാറ്ററിയാണ്. നമ്മൾ വരുന്ന സമയത്ത് സെൽഫൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം സെൽഫ് ജസ്റ്റ് അടിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ആവാത്തൊരു കണ്ടീഷനിലേക്ക് വന്നത്. അപ്പോൾ ബാറ്ററി വാറണ്ടി ഉള്ളതാണോ എന്ന് നോക്കുക. വാറണ്ടി ഉള്ളതാണെങ്കിൽ നമുക്ക് വാറണ്ടിയിൽ വിട്ട് അത് മാറ്റാൻ എന്തെങ്കിലും കേട്ടോ. കാരണം എവിടെ നിന്ന് മേടിച്ചാന്ന് വെച്ചാൽ ആ വാറണ്ടി പീരീഡ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി കിട്ടും. വാറണ്ടി കഴിഞ്ഞാണെങ്കിൽ പിന്നെ അത് ബാറ്ററി പോയി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും കേട്ടോ. ബാറ്ററി കംപ്ലൈൻ്റ് ആണ് എന്തെങ്കിലും. എക്സൈഡിൻ്റെ ഇരിക്കണേ വാറണ്ടി കാലാവധി ഉണ്ടോ എന്ന് നോക്കി. 24 മാസം വാറണ്ടി ഉണ്ട്. അപ്പോൾ നമുക്കത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കിട്ടും. അത് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാറണ്ടിക്ക് വിട്ട് മാറ്റിയാലും മതി. ബാക്കിത്തെ വർക്ക് റെഡിയാണ്, വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ.